LDF അൻവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിലമ്പൂരിൽ ആദ്യത്തെ പൊതുയോഗം നടത്തിയതിന് ശേഷം ആദ്യത്തെ പൊതുയോഗത്തിൽ വലിയ ആവേശം നമ്മൾ കണ്ടു. വലിയ ജനക്കൂട്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആവേശമുള്ളൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അൻവർ കൂടുതൽ യോഗങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ കോഴിക്കോടൊരു മീറ്റിംഗ് നടത്തി, അവിടെയും ജനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് CPM ഒരു കാര്യം പറഞ്ഞു, ഈ ആൾക്കൂട്ടം ഒരു താൽക്കാലിക പ്രതിഭാസമാണ്, അധികം ആൾ ഇതിന് ആയുസ്സുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് ആ വഴിക്ക് അൻവർ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ തന്നെയും അൻവർ പിൽക്കാലത്ത് ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ കോഴിക്കോട് അദ്ദേഹം പ്രസംഗിക്കാൻ വന്നത് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ ഒരൊറ്റ സമ്മേളനം കൊണ്ട് അൻവർ ആ വിഷയം വിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നേരത്തെ കുഴിമന്തി ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുട്ടികൾ അരാഷ്ട്രീയവാദികളായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് അതിൻ്റെ തുടർച്ച ഇന്നും പറയുന്നുണ്ട്. കാരണം ഒരുപാട് ക്ലബ്ബുകളുണ്ട്, യുവാക്കൾ സംഘടിച്ച് നടത്തുന്ന ഒരുപാട് ഈ എന്താ പറയുക സന്നദ്ധ പ്രവർത്തക മേഖലകളുണ്ട്. ഇതൊക്കെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇലക്ഷൻ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിശാലമായൊരു അജണ്ട എൻ്റെ മുമ്പിലുണ്ട് എന്നൊക്കെ അൻവർ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ. ഇതൊക്കെ വസ്തുതയുള്ളതാണോ, അതോ നിലമ്പൂർ എന്നുള്ള ദീർഘകാല അജണ്ട വിട്ട് തൽക്കാലത്തേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു, അങ്ങനെയാണ്? അല്ല, അത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥ പ്രശ്നമാണ്, രാഷ്ട്രീയവൽക്കരണം എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അൻവറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അൻവർ എത്രത്തോളം രാഷ്ട്രീയമാണ്, ഞാൻ നേരത്തെ ഉന്നയിച്ച പ്രശ്നം അതാണ്. അൻവർ എത്രത്തോളം പൊളിറ്റിക്കലാണ് എന്ന ചോദ്യമുണ്ട്. അൻവറിൻ്റെ രാഷ്ട്രീയം എന്താണ്, അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്താണ്, അതിൻ്റെ ബേസ് എന്താണ്? ഇപ്പോൾ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ആ ഒരു സാധനം വെച്ചുകൊണ്ട് എത്ര മാത്രം മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പം വർദ്ധിച്ചു വരുന്ന ക്യാമ്പസുകളിലെ അരാഷ്ട്രീയത, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ സംഭവിക്കുന്ന രാഷ്ട്രീയവൽക്കരണം, അതിന് ബദലായിട്ട് അൻവർ എന്താണ് പറയുന്നത് എന്നതൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ അതിൻ്റെ ഒരു ഭാഗമാവുകയാണ് അൻവർ ചെയ്യുന്നത്. വാസ്തവത്തിൽ അൻവറിന് ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. വാസ്തവം അദ്ദേഹം പറയുന്ന പ്രശ്നത്തിന് അദ്ദേഹത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഉണ്ടാവുന്നത്. കാരണം ഇതിന് ബദലായിട്ട് CPMന് ബദലായിട്ട് പിണറായിസത്തിന് ബദലായിട്ട് ഒരു ജനകീയ ഒരു കൂട്ടായ്മ ഉണ്ടാവാം. അത് താൽക്കാലിക പ്രതിഭാസമാണ്. ഒരു പിണറായി വിജയൻ അസ്തമിക്കുന്നതോടുകൂടി അത് ഇല്ലാതാവുന്ന പ്രതിഭാസമാണ്. അപ്പോൾ ഇതെല്ലാം ദീർഘകാല അജണ്ട എന്തെങ്കിലും അൻവറിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നിലമ്പൂരിൽ ആര് മത്സരിക്കണം എന്നുള്ളതാണുള്ള പ്രൈം കൺസേൺ. അദ്ദേഹം പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കരുത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അത് ആ ഒരു ചെറിയ വൃത്തത്തിനപ്പുറത്തേക്ക് അൻവറിന് കടക്കാൻ കഴിയുന്നില്ല. ചോദിച്ചത് ഈ തൽക്കാലത്തേക്ക് നിലമ്പൂരിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപാധി കൊണ്ടുവയ്ക്കുന്ന VS ജോയ് മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നിലമ്പൂരിലേക്ക് തനിക്കൊരു സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശനത്തിനൊരു അവസരം കിട്ടിയേക്കും എന്ന പ്രതീക്ഷയിലാണോ ഈ പറഞ്ഞത്? അതെ, ആ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പാണക്കാട് പോകാനും പാണക്കാട് വഴി UDFിലേക്ക് കയറാനുള്ള ശ്രമം ഉണ്ടാവുന്നു. കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നു, ഇന്ന് സതീശനോട് മാപ്പ് പറയുന്നു, മാപ്പ് സ്വീകരിക്കുന്നു. പക്ഷേ അതിനുള്ള ഒരു കളം ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സംശയത്തോടു കൂടിയാണ് UDFിലെ ഘടകകക്ഷികളും അൻവറിനെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പാണക്കാട് തങ്ങളെ പോയി കണ്ട് അതിൻ്റെ പിറ്റേന്നോ ആണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ അവിടെ വദായി മനാഫിൻ്റെ കുടുംബം പോയി തങ്ങളെ കാണുകയും ഒരു കാരണവശാലും UDFിലേക്ക് എടുക്കരുതെന്ന് പറയുന്നത്. അത് ആ മനാഫിൻ്റെ കുടുംബം മാത്രമാണ് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയുള്ള മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി കൂടി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ താതിക്കലി തങ്ങളെ കാണുന്നത്. അതുകൊണ്ട് അൻവറിനുള്ള ഏറ്റവും വലിയ ഭീഷണി നിലമ്പൂരിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മലപ്പുറത്തു നിന്ന് തന്നെയാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുകയാണ് അദ്ദേഹം പ്രാക്ടിക്കലി ചെയ്യേണ്ടത്. അദ്ദേഹം അതിന് പകരം അദ്ദേഹം ശ്രമിക്കുന്നത് അവിടെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ അത് ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ കാര്യം തന്നെ വളരെ എന്താ പറയുക സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരാളെ കൂടി പിടിച്ച് താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാളും കൂടി മുങ്ങിപ്പോകുന്നല്ലാതെ രക്ഷപ്പെടാനുള്ള മാതൃകകളില്ല. പ്രത്യക്ഷത്തിൽ CPMനെതിരെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ് അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അൻവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പുറത്തൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഓപ്പറേഷൻ ഇപ്പോൾ ഉള്ള നിലവിൽ UDFന് ഉള്ള ഇപ്പം നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. UDFന് നിലവിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയെ കുറച്ച് ഹിറ്റ് ചെയ്യുന്ന തരത്തിലാണോ? അത് കാരണം ആൻറ്റി പിണറായി വോട്ടുകൾ ആണല്ലോ ലക്ഷ്യം വെക്കുന്നത്. അത്
എങ്ങനെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ UDF-ന് ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത അവിടെ നിലമ്പൂരിലുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ വെച്ചുകൊണ്ട് അതിൻ്റെ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് അൻവർ ഇല്ലാതെ തന്നെ ഒരു പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അൻവറിൻ്റെ ഭാവി വളരെ വളരെ ബ്ലീക്കായി തീരുന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ്, രാഷ്ട്രീയ ഉപദേശകർ വേണ്ടത്ര രീതിയിൽ ഉപദേശം അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഉപദേശം കിട്ടുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ ആ ഉപദേശം അദ്ദേഹം എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഉപദേശം സ്വീകരിക്കാതിരിക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കോഴ്സ്, ഇപ്പോൾ അൻവർ പോകുന്ന പോക്ക് എന്നുള്ളത് ഒരു രാഷ്ട്രീയ ഒരു വനവാസത്തിലേക്കാണ് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം അങ്ങനെ അല്ലാത്തൊരു രാഷ്ട്രീയം, അങ്ങനെയല്ലാത്ത ഒരു ശാക്തിക ചേരി രൂപീകരിക്കാനുള്ള അദ്ദേഹത്തിന് എന്തായാലും BJP-യിലേക്ക് പോകാൻ പറ്റില്ല. ആകെ സാധ്യതയുള്ള UDF-ലേക്കാണ്. അപ്പോൾ UDF-ൻ്റെ വാതിൽ തുറന്നിട്ടില്ല, അടച്ചിട്ടില്ല എന്നാണ് ഇന്ന് സതീശൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം അടച്ചിട്ടുണ്ടെന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതിനെ എപ്പോൾ തുറക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ വളരെ വളരെ നമ്മൾ ഇംഗ്ലീഷ് പറയല്ലോ സ്റ്റിക്കി വിക്കറ്റ് എന്ന് പറയുന്നത്, വളരെ വളരെ മോശമായിട്ടൊരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭയങ്കരമായിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ കണ്ട്. ഞാൻ അങ്ങനെ ഈ ശരീരഭാഷയിലൊക്കെ ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അത്രയൊന്നും ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ല എന്തായാലും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളതാണ്.